ഞാനൊരു നുണ പറഞ്ഞു. ഏട്ടന്റെ കത്ത് വന്നു. സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണോ കത്തി കാച്ചണത്? അത് പാനു രാജിയെ കണ്ടപ്പോ അവിടം വരെ വരണ്ടല്ലോ എന്ന് കരുതി. അത് അയ്യോ, അവളുടെ പാദസരം കിളുമ്പോ എന്റെ നെഞ്ചിൽ ആറാട്ട. അവളെ മുടി അഴിച്ചിടുമ്പോ എന്റെ ശരീരം ആകെ എന്ന് ധരിക്കും. ആ വട്ട പൊട്ടി എന്നെ മാടി വിളിക്കണം തോന്നുക. എന്നെ ആ ചന്തമാവക്ക് മലയാളി മറ്റാരെ കാത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നായിക, മലയാളിയുടെ മനസ്സിൽ എക്കാലത്തെയും ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ സമ്മാനിച്ച, ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട താരം, ഓരോ വാക്കിലും നോക്കിലും എടുപ്പിലും ഓരോ കഥാപാത്രവും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി, മഞ്ജു വാര്യർ. മൈജിയുടെ 100ാമത് ഷോറൂമിന്റെ, മൈജിയുടെ 100ാമത് സ്റ്റോറിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമുക്ക് മുൻപിലേക്ക്, പെരിന്തൽമണ്ണയുടെ മണ്ണിലേക്ക് മഞ്ജു വാര്യർ. മലയാള സിനിമയുടെ നാഴികക്കല്ലായി മാറിയ കഥാപാത്രങ്ങൾ, ഓരോ കഥാപാത്രവും തന്റെ ഇടത്തോടെ, നിസ്സഹായതയോടെ, സങ്കടത്തോടെ നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തന്ന മഞ്ജു വാര്യർ. ഒപ്പം കേരളത്തിലെ ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ച മൈജിയുടെ അമരക്കാരൻ ഷാജിക. മഞ്ജു വാര്യർ ഒപ്പം ഷാജിക. മൈജിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജിക. ഒപ്പം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. പെരിന്തൽമണ്ണയുടെ മണ്ണിലേക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ മുൻപിലേക്ക്, നമ്മുടെ കൺമുൻപിലേക്ക് മഞ്ജു വാര്യർ. MLA നജീബ് കയ്യും നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം മലയാളികളുടെ മറ്റൊരു പ്രിയപ്പെട്ട മുഖം ശ്രീകണ്ഠൻ നായർ. ശ്രീകണ്ഠൻ സർ പ്ലീസ്. ശ്രീകണ്ഠൻ സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പെരിന്തൽമണ്ണയുടെ മണ്ണിൽ, പെരിന്തൽമണ്ണയുടെ ഹൃദയത്തിൽ മഞ്ജു വാര്യർ. നമുക്ക് മൈജി ഒരു വിപ്ലവകരമായ, അങ്ങേയറ്റം വിസ്മയകരമായ ഒരു നേട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ മൈജി അതിന്റെ 100ാമത് സ്റ്റോർ പെരിന്തൽമണ്ണയുടെ മണ്ണിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഡിജിറ്റൽ വിപ്ലവത്തിന് ഏറ്റവും അധികം ഒരു ഫ്യൂവൽ കൊടുത്ത, ഏറ്റവും അധികം തീ പകർന്ന മൈജിയുടെ അമരക്കാരൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പെരിന്തൽമണ്ണയിലുള്ളത്. ഈ പെരിന്തൽമണ്ണക്കാരോട് എനിക്ക് ഒരു വലിയ താങ്ക്സ് ആണ് പറയാനുള്ളത്. എൻ്റെ 100ാമത്തെ ഷോറൂം ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്.
ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. മൈജി വേറൊരു റേഞ്ചായിട്ട് എൻ്റെ പെരിന്തൽമണ്ണ ഉണ്ടാകും. എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. താങ്ക് യു വെരി മച്ച്. ഇക്ക നമ്മളിപ്പോ മഞ്ജു ചേച്ചി ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പെരിന്തൽമണ്ണയുടെ മണ്ണിൽ അല്ലെങ്കിൽ മനസ്സിൽ ഒരാൾ കൂടി വരുമോ എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അവർ പ്രതീക്ഷിച്ചത് ഒരു 6-ാം തമ്പുരാന്റെ റീലോഞ്ച് ആയിരുന്നു. മഞ്ജു ചേച്ചിയുടെ കൂടെ നമ്മുടെ ലാലേട്ടനും മീശ തിരിച്ചിങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മൈജി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന പേര് മാറ്റി നിർത്താനായിട്ട് കഴിയില്ല. അതുകൊണ്ട് എന്താണ് മോഹൻലാൽ ഇങ്ങോട്ട് വരാഞ്ഞത് എന്നുള്ള കാര്യം ഒന്ന് പറയണം. ലാലേട്ടന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും വന്ന് കാണാൻ. എന്നോട് നേരിട്ട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഒരു വോയിസ് തന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് ചില ഷൂട്ടുകൾ കൊണ്ടൊക്കെ തിരക്കായതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ എന്താണ് പറയാനുള്ളത് പെരിന്തൽമണ്ണയോട് എന്നുള്ള കാര്യം കൂടി കേട്ടതിന് ശേഷം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന മഞ്ജു ചേച്ചിക്ക് ഞാൻ മൈക്ക് തരുവാനാണ്. ആദ്യം ലാലേട്ടനെ കേൾക്കണ്ടേ നമുക്ക്? ലാലേട്ടൻ എന്താണ് നമ്മളോട് പറയാനുള്ളത് അറിയണ്ടേ നമുക്ക്? യെസ് ലാലേട്ട. പ്രിയമുള്ളവരെ, മൈജി 100 ഷോറൂമുകൾ എന്ന അതിശയകരമായ നേട്ടം കൈവരിച്ചതിൽ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. ഈ ആഹ്ലാദത്തിന്റെ ആഘോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിക്കാത്തത് നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ്. എന്നിരുന്നാലും മലയാളികളുടെയും മൈജിയുടെയും ഈ സന്തോഷത്തിൽ മനസ്സുകൊണ്ട് ഞാനൊപ്പമുണ്ട്. 16 വർഷം, 100 ഷോറൂമുകൾ, 70 ലക്ഷത്തിലധികം ഹാപ്പി കസ്റ്റമേഴ്സ്, ഇവയെല്ലാം കടന്ന് വീണ്ടും മുന്നേറുന്ന മൈജിക്കൊപ്പം നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. യെസ്, താങ്ക് യു ലാലേട്ട. ഇനി നമ്മൾ കാത്തിരുന്ന മുഖം, നമ്മൾ കേൾക്കാൻ കൊതിച്ച ശബ്ദം. നമുക്കറിയാം ആദ്യത്തെ വരവിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ, പക്ഷെ ചെയ്തു വെച്ച ആ കഥാപാത്രങ്ങൾ മാത്രം മതിയായിരുന്നു മലയാളിക്ക് എത്ര കാലം വേണമെങ്കിലും ഈ നായികയെ വീണ്ടും സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കാൻ. അങ്ങനെ മലയാളി തിരിച്ചു വരണമെന്ന് ഏറ്റവും അധികം ആഗ്രഹത്തോടുകൂടി കാത്തിരുന്ന നായിക, മലയാളിയുടെ മുൻപിലേക്ക് ഒരു ഗംഭീര 2ാം വരവ് നടത്തിയ നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങോട്ട് വരുന്നതിൽ നിന്നും 10,000 മടങ്ങ് സ്നേഹം തിരിച്ചങ്ങോട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. വന്ന് ഇറങ്ങിയപ്പോ തന്നെ നിങ്ങളൊക്കെ തന്ന സ്നേഹം നിറഞ്ഞ സ്വീകരണത്തിന്, ഈ ഒരു സ്നേഹവും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെ തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരെയും നേരിട്ട് കാണാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ പൊതു ചടങ്ങുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും വലിയ സന്തോഷമുണ്ട്. ഇത്രയും പ്രോട്ടോകോളിന്റെ ഇടയിലും ഇവിടെ കൂടി നിന്ന് എനിക്കായി കാത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം മാത്രമേ എനിക്ക് തിരിച്ചു തരാനുള്ളൂ. മൈജി എന്ന ഒരു സ്ഥാപനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും മൈജിയോടുള്ള ഒരു സ്നേഹവും വിശ്വാസവും കൂടിയാണ് ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്ന ജനക്കൂട്ടം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഒരു യാത്ര, മുന്നോട്ടുള്ള യാത്ര ഒരുപാട് ഭംഗിയായി, ഒരുപാട് സഫലമായി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. മൈജി കുടുംബത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. നമ്മൾ എല്ലാവരും ഇപ്പൊ കേട്ട ശബ്ദം പ്രിയപ്പെട്ട ലാലേട്ടന്റെയാണ്. ലാലേട്ടനും ഈ കുടുംബത്തിന്റെ ഒരു അംഗമാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറെ അഭിമാനം നൽകുന്നു. ലാലേട്ടനോടൊപ്പം അടുത്തതായി വരാൻ സാധിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. മെറി ക്രിസ്മസ്. താങ്ക് യു മഞ്ജു ചേച്ചി. ഒപ്പം ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പൊ ഏറ്റവും അധികം സംസാരിക്കുന്നത് 3 അക്ഷരത്തിൽ നമ്മൾ ഒതുക്കുന്ന ഒരു കക്ഷിയാണ്. ആ നാവിനോളം വരില്ല മലയാളിയുടെ മറ്റൊരു മുഖവും ഒരു നാവും. തീർച്ചയായിട്ടും മലയാളം ടെലിവിഷൻ ദൃശ്യ സംസ്കാര രംഗത്ത് പുതിയൊരു ഇതൾ വിരിച്ച ശ്രീകണ്ഠൻ നായർ എന്ന അതുല്യ പ്രതിഭ. ശ്രീകണ്ഠൻ സർ. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. നിങ്ങൾക്കറിയാം, ഇന്ന് മൈജിയുടെ 100ാമത്തെ ഷോറൂമാണ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. മഞ്ജു വാര്യർ അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയധികം പെട്ടെന്ന് വളർച്ച നേടിയ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. ഗുണമേന്മയും അതുപോലെ വ്യവസായത്തിൽ
ഒരുപാട് സത്യസന്ധതയും പാലിക്കുന്ന ഒരാളാണ് എ കെ ഷാജി. അദ്ദേഹത്തിന്റെ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ വലിയ സ്ഥാപനം 100ാമത്തെ ഷോറൂമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഷാജിയുടെ സ്വപ്നത്തിൽ ഇനി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മൈജി ഫ്യൂച്ചർ ചേക്കേറുമെന്ന് എനിക്കറിയാം. കാലത്തിനനുസൃതമായി, സമയത്തിനനുസൃതമായി, സന്ദർഭങ്ങൾക്ക് അനുയോജിച്ച് വ്യാപാര രംഗത്ത് പ്രൊഫഷണലായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണ് ഷാജി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വളർച്ചയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പം നമുക്കെന്തായാലും ഈ ഒരു അവസരത്തിൽ വളരെ ദീർഘമായ ഒരു പ്രസംഗം നടത്തേണ്ട സാഹചര്യമല്ല. ഈ സ്ഥാപനത്തിന് പെരിന്തൽമണ്ണയിലെ എല്ലാ ആളുകളും, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവിധമായ സഹായ സഹകരണങ്ങളും നൽകണം. എനിക്കറിയാം ഫ്ലവേഴ്സ് ഒരു കോടിയിലൂടെ ഒരുപാട് പ്രേക്ഷകർ ഈ പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ട്. ഒരുപാട് കത്തുകളൊക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്, ഇമെയിലൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനം പോലെയാണ് എനിക്ക് മൈജി. നിങ്ങൾക്കറിയാം ഫ്ലവേഴ്സും 24ഉം തോളോട് തോളൊരുമി നിൽക്കുന്ന രീതിയിലാണ് ഈ മൈജി എന്ന സ്ഥാപനത്തിനൊപ്പം കുറച്ചു കാലമായി പ്രവർത്തിക്കുന്നത്. മൈജിയിലുള്ള വിശ്വാസ്യതയാണ് ശരിക്കും 24ഉം ഫ്ലവേഴ്സും ഈ സ്ഥാപനത്തോടൊപ്പം യാത്ര ചെയ്യാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഫ്ലവേഴ്സിനോടും 24നോടും നിങ്ങൾക്കുള്ള സ്നേഹവും താല്പര്യവും ഈ സ്ഥാപനത്തോട് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം മഞ്ജു ഇവിടെ കണ്ടപ്പോൾ എനിക്ക് അതിലും സന്തോഷം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. അപ്പോൾ മഞ്ജുവിൻ്റെ നല്ല ശുദ്ധമായ കൈകൾ കൊണ്ടാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും നല്ലൊരാളിൻ്റെ കരങ്ങൾ കൊണ്ടായതുകൊണ്ട് വലിയൊരു വളർച്ച ഈ സ്ഥാപനത്തിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു. ഗുഡ് ബൈ. താങ്ക് യു സർ. ഇനി ഈ നാടിന്റെ ജനനായകൻ നജീബ് ഖാൻ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് നമ്മളെല്ലാം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി നമ്മുടെ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ സന്തോഷം. മറ്റൊരു കാര്യം, ഷാജി എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. ഷാജി സെഞ്ചുറി അടിക്കുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നാണ് എന്നുള്ളത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. മൈജി എന്ന സ്ഥാപനം 3G ആയ കാലം മുതൽ നമ്മുടെ എല്ലാം ഹൃദയത്തിലുള്ള ഒരു സ്ഥാപനമാണ്. ഒരു സ്ഥാപനം അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത എത്ര മനോഹരമായി നിർവഹിക്കുന്നു എന്ന് വളരെ കാലങ്ങളായി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന മൈജിക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് മൈജിക്ക് പോകാൻ കഴിയട്ടെ. ഷാജിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാ ആശംസകളും നേരുന്നു. ജനപ്രതിനിധി എന്ന നിലയിൽ മഞ്ജു ഇവിടെ എത്തിയതിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായർ സാറിനോടും എൻ്റെ എല്ലാ സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു നജീബ് ഖാൻ. ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ചരിത്ര മുഹൂർത്തമാണ്. ഇപ്പോ ഷാജിക്കാരുടെ കയ്യില് ഒരു ബാറ്റ് ഉണ്ടെങ്കിൽ 99ാമത്തെ റൺസിൽ നിന്ന് 100ാമത്തെ റൺസിലേക്ക് ഓടിയിട്ട് ഗാലറിയെ നോക്കിയിട്ട് ആ ബാറ്റ് ഇങ്ങനെ ഉയർത്തി കാണിക്കാനുള്ള ഒരു ഉഗ്ര നിമിഷമാണ്, ഒരു അതുല്യ നിമിഷമാണ്. നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കടന്നാലോ? നമ്മുടെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ചേർന്നാണ് മൈജിയുടെ ഈ 100ാമത്തെ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മഞ്ജു ചേച്ചി അല്പം മുമ്പ് ശ്രീകണ്ഠൻ സാർ പറഞ്ഞ പോലെ ആ നിഷ്കളങ്കമായ കൈകൾ കൊണ്ടാണ് 100ാമത്തെ സ്റ്റോറിന്റെ ഇനാഗുറേഷൻ നിർവഹിക്കുന്നത്. അതിന് പങ്കാളികളാകാനായി വിശിഷ്ട വ്യക്തികൾ എല്ലാവരും നമ്മുടെ മുൻപിലുണ്ട്. ഹജിറ ഷാജി മാനേജിംഗ് പാർട്ണർ, അനീഷ് സിയർ CBDO അനീസ്, ശ്രീകണ്ഠൻ സർ, സുബൈർ, മല്ലിക അർജുന റാവു, ബാലാജി ആർ, റോബിൻ, ബാലകൃഷ്ണൻ, വിനോദ്, പ്രേം, നിവിൻ പണിക്കർ, റാഫി, പ്രിയൂഷ്, ശ്രീകാന്ത്, കരീം, പ്രവീൺ, സുനിൽ. നമ്മൾ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ പോവുകയാണ്. ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ അടങ്ങിയ ഒരു വലിയ വേദി. ആ വേദിയിൽ പെരിന്തൽമണ്ണയുടെ ഈ ജന കൂട്ടത്തിന്റെ മുൻപിൽ മൈജി സെഞ്ചുറി അടിക്കുന്ന കാഴ്ചയാണ് ഇനി നമുക്ക് മുൻപിൽ. കേരളത്തിലെ ഡിജിറ്റൽ വിപ്ലവ രംഗത്ത് ആർക്കും കവച്ചു വെക്കാൻ കഴിയാത്ത
ഒരു ഉഗ്രൻ നിമിഷം, ഒരു അതുല്യ നിമിഷം. മൈജി അതിന്റെ 100ാമത്തെ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. മൈജി സെഞ്ചുറി അടിച്ചിരിക്കുന്നു. 100ാമത്തെ ഷോറൂം പെരിന്തൽമണ്ണയുടെ ഹൃദയത്തിൽ, പെരിന്തൽമണ്ണയുടെ മണ്ണിൽ മൈജി അതിന്റെ സെഞ്ചുറി പൂർത്തീകരിക്കുന്ന അസുലഭ സുന്ദരമായ നിമിഷം. ഷവോമി ലാപ്ടോപ്പിന്റെ ഏറ്റവും ആദ്യത്തെ സെയിലാണ് മൈജിയുടെ ഈ 100ാമത്തെ സ്റ്റോറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ഷവോമി ലാപ്ടോപ്പുകൾ ഏറ്റവും ആദ്യമായി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു മൈജി. സ്റ്റോറുകൾ കേരളത്തിലെമ്പാടുമായി 100 സ്റ്റോറുകൾ 16 വർഷങ്ങൾ കൊണ്ട് മൈജി പടുത്തുയർത്തിയ വലിയൊരു നേട്ടം. മറ്റാർക്കും സ്വന്തമാക്കാനാവാത്ത അത്രയും വലിയ ഒരു നാഴികക്കല്ല്. 100 സ്റ്റോറുകൾ. ആ 100ാമത്തെ സ്റ്റോറിന്റെ ഉദ്ഘാടനം മധുരം പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിർവഹിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന് ഇരട്ടി മധുരം. അതാണ് ഈ നിമിഷം. സ്റ്റോറുകളുടെ ആഘോഷം, പെരിന്തൽമണ്ണയുടെ ഫ്യൂച്ചർ ഇനി മൈജി ഫ്യൂച്ചറിന്റെ കൈകളിൽ. ഹാപ്പി മലയാളി, ഹാപ്പി 100. കേരളത്തിന്റെ ഡിജിറ്റൽ വിപ്ലവത്തിന് ഏറ്റവും അധികം ചുക്കാൻ പിടിച്ച സ്ഥാപനം മൈജി. അതിന്റെ 100 സ്റ്റോറുകൾ പിന്നിടുന്ന അസുലഭ സുന്ദരമായ നിമിഷങ്ങൾ. മേലുണ്ട് സൈഡ് സൈഡ്
മേലി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സൈഡിലോട്ട് പോട്ടെ സൈഡിൽ കേട്ടാ അല്ലല്ല അവര് കൗണ്ടർ എക്സ്പീരിയൻസ് സൈഡിൽ മതി നല്ല ചേട്ടാ സൈഡിലോട്ട് നിന്നോട്ടോ നിങ്ങൾക്ക് മുകളിലുണ്ട് ചേട്ടാ സൈഡിലോട്ട് നിങ്ങളെല്ലാം ഈ സൈഡിലോട്ട് സൈഡിലോട്ട് പോട്ടേട്ടാ സൈഡ് Thank you.
ഷാജി കയറി പോകണം. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തൊരു പാട്ട് വേണോ അല്ലെങ്കിൽ നല്ലൊരു ചോദ്യം വേണോ, സമ്മാനം വേണോ അല്ലെങ്കിൽ പാട്ട് വേണോ, എന്താ വേണ്ടേ? अभी സൈഡിലോട്ട് എടുക്കാൻ സ്ഥലം കിട്ടിയപ്പോൾ ചേട്ടൻ എടുക്കുന്നില്ലേ? എടുക്കാൻ സ്ഥലം കിട്ടിയപ്പോൾ എടുക്കുന്നില്ലേ? Side.
ഷൂട്ടിംഗ് ഉണ്ട്. ക്യാമറ വന്നോട്ടെ, ക്യാമറ വന്നോ, ക്യാമറ എല്ലാം just try now. Side. Back. Put. Side. ഒതുങ്ങിയെന്ന ബാഗോട് ഒതുങ്ങിയെന്നോ ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ സെറ്റ് ചെയ്ത് തരാം. ഒന്ന് ബാക്കോട്ട് ആ ബോർഡ് അവിടെ എടുത്തോളി. ഒരു കസ്റ്റമർ കൂടെ ഉണ്ട്. അടുത്ത കസ്റ്റമർ ഓക്കെ അത് ഞാൻ തരാം. ഞാൻ മാറി തരും. പാലക്കാട് ലാലക്ക വന്ന സമയത്ത് ഞാനായിരുന്നു ആഗ്രഹിച്ചത്. എനിക്ക് അനീഷായിട്ടും നമ്മുടെ ഫാമിലി പെട്ട ഒരാളെ പോലെ വിളിക്കും. എടാ നീ എവിടെയാ? ഇന്നലെയും കൂടി ആദ്യം പറഞ്ഞുകൊണ്ട് മഞ്ജു ചേച്ചനെ അമ്മയുടെ വീട്ടിലേക്ക് കണ്ടപ്പോൾ എന്ത് രസമാണ് മഞ്ജു ചേച്ചി നിങ്ങളെ കാണാനും ഇതൊരു ക്യൂട്ടാണെങ്കിൽ കാണാൻ പറയുന്നത്. ഞാൻ ഇന്നലെ ആസിയുടെ കൂടെ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കൂടി പറഞ്ഞോളൂ. ശ്രീകണ്ഠൻ നായർ സാർ എവിടെ പോയി? സാർ പോയോ? ശ്രീകണ്ഠൻ സാർ ദയവായിട്ട് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ശ്രീകണ്ഠൻ സാറിന് ദയവായിട്ട് വേദിയിലേക്ക് കടന്നു വരാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.
ശ്രീധരൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യെസ്, നമുക്ക് നമ്മുടെ പ്രോഗ്രാം സാധിച്ചാലോ? താഴെ ഫംഗ്ഷൻ ആണെങ്കിൽ ഇനിയിപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് സത്യം പറഞ്ഞ ഫാമിലി ഫംഗ്ഷൻ ആണ്. കാരണം മൈജി ഒരു വലിയ ഫാമിലിയാണ്. മൈജി ഒരു വലിയ ഫാമിലിയാണ്. ആ കുടുംബത്തിന്റെ ഒരു വലുപ്പം നമ്മളിങ്ങനെ വർദ്ധിച്ച് വരുന്നത് വളരെ വിസ്മയത്തോടു കൂടിയിട്ട്, കൗതുകത്തോടു കൂടിയിട്ട്, ഒരു എന്താ പറയാ, വല്ലാത്തൊരു സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞ ഷാജിക്ക, ഞാൻ താഴ്ച പറഞ്ഞ പോലെ ഇപ്പൊ ഒന്ന് കൈ നോക്കിയിട്ട് ഒന്ന് ഉയർത്തുന്ന സമയമാണ്. ഗാലറി നോക്കിയിട്ട് സെഞ്ചുറി അടിക്കുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിലും ബാറ്റ് ചെയ്യുള്ളൂ. ഒരു കൈ നോക്കി ഷാജിക്ക. 16 വർഷം, ഈ 16 വർഷം കൊണ്ടുള്ളത് 70 ലക്ഷത്തിലധികം സംതൃപ്തരായിട്ടുള്ള ഉപഭോക്താക്കൾ. മലയാളിക്ക് ഒരു ബ്രാൻഡിനെ ഒന്ന് പിടിച്ചു വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ മലയാളിയുടെ മനസ്സിൽ ഒരു വലിയ ഇടം നേടാൻ ഈ കഴിഞ്ഞ 16 വർഷങ്ങൾ കൊണ്ട് മൈജിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുമാണ്. ഈ കൂടിയിരിക്കുന്ന മൈജി ടീമിന്റെ അല്ലെങ്കിൽ മൈജി എന്ന് പറയുന്ന ഫാമിലിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട 100ാമത്തെ ഷോറൂം. അതിന്റെ അമരക്കാരൻ ഷാജിക്ക് നമ്മുടെ കൂടെയുണ്ട്. 100ാമത്തെ ഷോറൂമിന്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ജു ചേച്ചി, ലേഡി സൂപ്പർ. ഭയങ്കര വലിയ കാര്യത്തിൽ പറയാമെങ്കിലും എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചി എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരുപാട് പേരുടെ മനസ്സിൽ നമ്മുടെ വീട്ടിലെ സ്വന്തം ചേച്ചിയാണ് മഞ്ജു ചേച്ചി. അതോടൊപ്പം ശബ്ദം കൊണ്ട് നമ്മളോടൊപ്പം സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് ആരംഭിക്കാം. ഈ 16 വർഷം കൊണ്ട് എങ്ങനെയാണ് മൈജി ഇത്രയും വലിയ ഒരു വിസ്മയ നേട്ടം കൈവരിച്ചത്? 16 വർഷം കൊണ്ട് ഒരു നേട്ടത്തിൽ ഒടുങ്ങുകയല്ല, ഈ ചരിത്രയാത്ര അങ്ങേയറ്റം തുടരുകയാണ് മൈജി ചെയ്യുന്നത്. എന്താണ് മൈജി സീക്രട്ട്? അത് ഞാൻ വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് മുമ്പിൽ ഇവിടെ വിഷ്വലായിട്ട് അത് തെളിഞ്ഞു വരും. നമുക്ക്
മൈജി തുടങ്ങിയത് മൈജി ഇപ്പോൾ 100ാമത് ഷോറൂമിന്റെ ഇനാഗുറേഷനിൽ എത്തി നിൽക്കുന്നു. നമുക്കറിയാം, ഒരു 10 വർഷം കൊണ്ട് ഡിജിറ്റൽ രംഗത്ത് ഉണ്ടാകേണ്ട ഉയർച്ച അത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ലോകമാകമാനം ഉണ്ടായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം ലോകം മുഴുവൻ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് ഡിജിറ്റൽ വിപ്ലവം സൃഷ്ടിക്കുക എന്നത് മാത്രം പോംവഴിയായ ഒരു സമയത്ത് പിന്നെ നമുക്ക് മുൻപിൽ മറ്റൊരു വഴികളും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഡിജിറ്റൽ വിപ്ലവം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ആശ്വാസവും ഒരു സമാധാനവും ഒക്കെ. അങ്ങനെ കേരളത്തിൽ ആ വിപ്ലവം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിന് ഏറ്റവും അധികം ചുക്കാൻ പിടിച്ച മൈജിയുടെ അമരക്കാരനാണ് ഇനി നമ്മളോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി ഫംഗ്ഷനാണ്. മൈജിയുടെ നേട്ടത്തിന് മുൻപിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ മൈജിയുടെ ഈ വലിയ നേട്ടത്തിന് പിന്നിൽ ഇരിക്കുന്നവരാണ് നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത്. ഷാജിക, എല്ലാവർക്കും വലിയൊരു നമസ്കാരം. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. സന്തോഷത്തിന്റെ ഏറ്റവും വലിയ പീക്കിലാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നത് കേരളത്തിലെ 70 ലക്ഷത്തിൽ പരം കസ്റ്റമേഴ്സിനോട് എന്നെ ഞാനാക്കിയ ഒരുപാട് എന്നെ ബ്രാൻഡിന്റെ സപ്പോർട്ട് ചെയ്ത് പേരെടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല. അത്രയും ആൾക്കാർ എൻ്റെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ മീഡിയ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ഫാമിലിയുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. അതോടൊപ്പം തന്നെ 2006-ലാണ് 3G മൊബൈൽ എന്ന് പറഞ്ഞ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. 2021 നിൽക്കുന്ന സമയത്ത് 100 സ്റ്റോറായി, 1000 കോടി ക്ലബിലെത്തി. ഒരുപാട് നേട്ടങ്ങൾ 14 വർഷം കൊണ്ട് വളരെയധികം വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് 2000 പേർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വിഷൻ 2022-23 50 ഫ്യൂച്ചർ സ്റ്റോറാണ് കേരളത്തിൽ. ഇതേപോലെ പെരുന്തൽമണ്ണയെ പോലുള്ള വലിയ സ്റ്റോറുകൾ കേരളത്തിൽ തുടങ്ങാൻ പോകുന്നത്. ഇതിനു വേണ്ടി 500 കോടിയാണ് 2022-23 കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 4000 പേർക്ക് നേരിട്ടും 3000 പേർ ഇൻഡയറക്റ്റ് ആയിട്ടും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാമെന്നതാണ്. ഏറ്റവും വലിയൊരു റോൾ മോഡൽ എന്നത് എൻ്റെ വാപ്പിച്ചനാണ്. വാപ്പിച്ചിന്ന് ജീവിച്ചിരിക്കില്ല, ഞാൻ ഓർക്കാണ്. എനിക്ക് നമ്മുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ഉമ്മച്ചിയുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ബ്രാൻഡിൻ്റെ ആൾക്കാർ ഒത്തിരി പറയാൻ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. വളർത്തിലുണ്ട് എല്ലാവരും ഓരോരുത്തരും എല്ലാവരും ഞാൻ പറഞ്ഞിരുന്നു വിശ്വസിക്കുക. നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് കൊണ്ടാണ്. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷാജിക. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എം ഉണ്ട്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എം ഉണ്ട്. മഞ്ജു വാര്യർ എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ട് ഒരു എം. മൈജി എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ട് ഒരു എം. മൈജി എന്ന സൂപ്പർ സ്റ്റാറായി മാറിയ ഈ ബ്രാൻഡിനെ കുറിച്ച് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. മൈജി എന്നൊരു ബ്രാൻഡിന്റെ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇത്. 100ാമത് ഷോറൂം. ഒരു ഇപ്പോഴത്തെ കാലത്ത് ഒരു സ്ഥാപനം കുറച്ച് അധികം നാളുകൾ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് തന്നെ എത്ര വലിയ വെല്ലുവിളിയാണെന്ന് നമുക്കറിയാം. ആ സമയത്ത് 10 കഴിഞ്ഞ് 20 കഴിഞ്ഞ് 30 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 100 ഷോറൂമിലേക്ക് നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമേ അല്ല. അത് തീർച്ചയായിട്ടും മൈജി എന്ന ബ്രാൻഡ് പുലർത്തിയിരിക്കുന്ന ഒരു വിശ്വസ്തതയുണ്ട്. അതേപോലെ തന്നെ അത്രയും അധികം കസ്റ്റമേഴ്സ് മൈജിയിൽ വച്ചിരിക്കുന്ന ഒരു വിശ്വാസവുമുണ്ട്. പരസ്പര വിശ്വാസം തന്നെയാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്നുള്ളത് ഒരു സംശയമില്ല. അത് ഇപ്പൊ മമ്മൂട്ടി പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെയൊക്കെ ജീവിതം പൂർണ്ണമായും എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഡിജിറ്റലൈസ് ആയി കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും നമ്മൾ ആശ്രയിക്കുന്നത് ടെക്നോളജിയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ അത്രയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. അങ്ങനെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു സ്ഥാപനം എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഷാജിയുടെയും അദ്ദേഹത്തിനോടൊപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഈ മൈജി കുടുംബവുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹം മൈജിയെ സ്നേഹിക്കുന്നത് പോലെ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നത് പോലെ ഒരുപക്ഷെ അതിലേറെയാണ് മൈജി കുടുംബത്തിനെ അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുന്നവരെ അദ്ദേഹം സ്നേഹിക്കുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ എല്ലാവരോടും നന്ദി പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പാർട്ട്നേഴ്സിനോട്, എനിക്കൊരു പാർട്ട്നേഴ്സും ഇൻവെസ്റ്റേഴ്സും ഇല്ല. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ജോലിക്കാരല്ല, അവരാണ് എൻ്റെ
പാർട്ട്നേഴ്സ്, അവരോട് നന്ദി പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പൊ എല്ലാവരോടും അനീഷയുടെ കൂടെ 20-22 വർഷമായി. അനീഷ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ. ഈ ഒരു പരസ്പരം വിശ്വാസം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഭാഗം. പരസ്പര വിശ്വാസവും പരസ്പരം നമ്മൾ ഡിപെൻഡ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും വളർച്ച ആഗ്രഹിച്ച് അങ്ങനെ ഇരിക്കുന്നതെല്ലാം ഒരു ആ വളർച്ചയുടെ മന്ത്രവും വളരെ കൂടുതലായിരിക്കും. ഇനിയും ഒരുപാട് ഇപ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ കുടുംബത്തിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത്. ഈ ഒരു മുന്നോട്ടുള്ള യാത്ര ഏറെ സന്തോഷമുള്ളതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈജിക്കും എല്ലാവിധ മൈജി കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ആത്മാർത്ഥമായി നേരിടും. താങ്ക് യു മഞ്ജു ചേച്ചി. ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് ISO ലോഞ്ചാണ്. ISO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ചെയ്യുന്ന ആൾക്കാർക്ക് ISO എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷെ അതല്ല, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഏറ്റവും മികച്ച രീതിയിൽ സേവനം നൽകുകയും ഏറ്റവും മികച്ച രീതിയിലുള്ള സർവീസ് ലഭ്യമാക്കുകയും ഏറ്റവും മികച്ച പ്രോഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണമുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അത് മൈജി സ്വന്തമാക്കിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും മൈജിയുടെ ഓരോ കുടുംബാംഗങ്ങളുടെയും അങ്ങേയറ്റത്തെ അർപ്പണബോധത്തിനുള്ള തെളിവായിട്ട് ഒരു ഇന്റർനാഷണൽ അംഗീകാരം മൈജിക്ക് ലഭിച്ചിരിക്കുന്നതാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ISO ലോഞ്ച് നടത്താൻ പോവുകയാണ്. അതിനുവേണ്ടി ഷാജിക, അനീഷേടൻ, ഒപ്പം ലാൽ, മഞ്ജു ചേച്ചി നമ്മുടെ വേദിയിൽ തന്നെയുണ്ട്. എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ലാൽ, ഒപ്പം സീനിയർ മാനേജർ HR അനീഷ്, ലാൽ, ഷാജിക, മഞ്ജു ചേച്ചി ഏവരും ചേർന്ന് ഇപ്പോൾ ISO ലോഞ്ച് നടത്തുകയാണ്. ഏറ്റവും മികച്ച സേവനം ഉപഭോക്താക്കൾക്ക് ലക്ഷ്യമാക്കുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റി, ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകൾ ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് നൽകിയ ഒരു ലോകോത്തര സർട്ടിഫിക്കറ്റ്. ഏറ്റവും നല്ല സർവീസ് കിട്ടുന്നതിന് ഗവൺമെന്റ് തന്നെ ഒരു അംഗീകാരമാണ്. നല്ല പഠിച്ചാണ്. നമ്മളൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ റൺ ചെയ്തിരുന്നു. ആ കോൺടെസ്റ്റിന്റെ വിന്നർക്കുള്ള സമ്മാനം ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് നൽകപ്പെടുകയാണ്. SNS കോൺടെസ്റ്റിലെ വിന്നറായിരിക്കുന്നു നൗഷീനാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൈജി അവതരിപ്പിച്ച സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായി മത്സരിച്ചവരിൽ നിന്ന് വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നൗഷീനാസിനുള്ള ഉപഹാരം ഇപ്പോൾ മൈജിയുടെ ഉപഹാരം ഷാജികയും മഞ്ജു ചേച്ചിയും ചേർന്ന് നൽകുന്നു. മൈജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ കുടുംബാംഗങ്ങൾക്കും, ഈ കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഓരോരുത്തർക്കും അങ്ങേയറ്റം മധുരം നൽകുന്ന ഒരു നിമിഷമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോവുകയാണ്. 100 ഷോറൂമുകൾ പൂർത്തിയാക്കിയതിന്റെ ആഘോഷം ഇപ്പോൾ നമ്മൾ മധുരം പങ്കുവെച്ച് നിർവഹിക്കുന്നു. കോഴിക്കോട് 16 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച മൈജിയുടെ യാത്ര ഇപ്പോൾ 100 ഇരട്ടി മധുരത്തിൽ ഈ നാട്ടിൽ എത്തി നിൽക്കുന്നു. പെരിന്തൽമണ്ണയുടെ ഹൃദയത്തിൽ അതിന്റെ 100ാമത്തെ ഷോറൂം, 100ാമത്തെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മൈജി അതിന്റെ ഇരട്ടി മധുരം ആഘോഷിക്കുന്നു. മധുരം പങ്കുവച്ചുകൊണ്ട് ഈ ആഘോഷത്തിൽ നമുക്ക് പങ്കാളികളാകാം.
മൈജിയുടെ യാത്രയിൽ ഉടനീളം കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, അദ്ദേഹത്തിന് ഈ 100ാം സന്തോഷത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശബ്ദമായി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ലാലേട്ടൻ നമുക്ക് പറ്റും. മൈജി 100 ഷോറൂമുകൾ എന്ന അതിശയകരമായ നേട്ടം കൈവരിച്ചത് സന്തോഷവും അതിലേറെ അഭിമാനവും. ഈ ആഹ്ലാദത്തിന്റെ ആഘോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിക്കാത്തത് നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ്. എന്നിരുന്നാലും മലയാളികളുടെയും മൈജിയുടെയും ഈ സന്തോഷത്തിൽ മനസ്സുകൊണ്ട് ഞാനൊപ്പം 16 വർഷം 100 ഷോറൂമുകൾ 70 ലക്ഷം കസ്റ്റമേഴ്സ് ഇവരെല്ലാം കടന്ന് വീണ്ടും മുന്നേറുന്ന മൈജിക്കൊപ്പം നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. മൈജി അത് വിജയകരമായ യാത്ര, ആ തേരോട്ടം തുടർ. ഷിഫ്ന ഒരു കുഞ്ഞ് ആരാധിക, മഞ്ജു ചേച്ചിയുടെ ഒരു കട്ട ഫാനാണ്. ഷിഫ്ന ഒരു പടം വരച്ചിട്ടുണ്ട്, അത് മഞ്ജു ചേച്ചിക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഷിഫ്ന ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നിരിക്കുന്നത്. ഷിഫ്ന ഇപ്പൊ മഞ്ജു ചേച്ചിക്ക് ഷിഫ്ന വരച്ച ചിത്രം സമ്മാനമായി നൽകുന്നു. ഒരാളൊരു പടം വരയ്ക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്രയോ നേരം മഞ്ജു ചേച്ചിയുടെ കണ്ണുകളിലേക്ക് ഉണ്ടാവുക. ആ നേരത്തിന്, ആ സ്നേഹത്തിന് ഒരു നല്ല കൈയാണ്. അതോടൊപ്പം മറ്റൊരു ചിത്രം കൂടിയുണ്ട്. അഖിൽ ഇപ്പോൾ ഒരു ചിത്രവുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു. അഖിൽ, ചെറുതല്ല മനോഹരം, ഒരു കുഞ്ഞു ചിത്രമാണ്. നല്ല ചിരി. ആദ്യം ഒരു കളർ ചിരിയായിരുന്നു, ഇപ്പൊ ഒരു ബ്ലാക്ക് ചിരിയാണ്.